അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിഫാസിനെ കുറിച്ചാണ്. പ്രസവാനന്തരം പുറപ്പെടുന്ന രക്തത്തിനെ കുറിച്ച്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതലായി പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈളിനെ കുറിച്ച്, മെൻസസിനെ കുറിച്ചായിരുന്നു നാം സംസാരിച്ചിരുന്നത്. മെൻസസിനെ കുറിച്ചുള്ള പൂർണ്ണമായും ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരുന്നു ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ നിർബന്ധമായും ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് നിഫാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണല്ലോ ഹൈളുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിൽ കുളിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വലിയ അശുദ്ധി നീങ്ങാൻ വേണ്ടി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ അവസാനം അത് പറയും. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നിഫാസ്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. പക്ഷേ നിഫാസ് എന്ന് പറയുന്നത് ദമ്മു ഹൈള് രക്തം തന്നെയാണ്. യഖ്റുജു ബഅദ ഫറാഇ ജമീഇൽ മർഹി, സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പൂർണ്ണമായും ഗർഭാശയത്തിൽ നിന്ന് എല്ലാം ഒഴിവായതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ്. എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞു, ഇരട്ട കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു, രണ്ടാമത്തെ പ്രസവവും കഴിഞ്ഞതിനു ശേഷം, പൂർണ്ണമായും പ്രസവം കഴിഞ്ഞതിനു ശേഷം വരുന്ന രക്തമാണ് നിഫാസ് എന്ന് പറയുന്ന രക്തം. അപ്പോൾ ഒന്നാമത്തെ പ്രസവം, ഇരട്ട കുട്ടികളുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞു, രക്തം വന്നാൽ അത് നിഫാസിൽ പെടുന്നതല്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് വരുന്ന രക്തം അത് നിഫാസിൽ പെട്ടതല്ല, അത് ഹൈളിൽ പെട്ടതാകും. ഹൈളിൻ്റെ നിബന്ധനകളൊക്കെ ഒത്തുവന്നാൽ, ഹൈള് ആകാനുള്ള നിബന്ധനകൾ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. എന്നാൽ പല സ്ത്രീകൾക്കും ഗർഭകാലഘട്ടത്തിൽ രക്തം വരാറുണ്ട്. ആ രക്തം ഹൈളിൽ പെടുമോ? ആ രക്തത്തിൻ്റെ വിധി എന്താണ് എന്ന് നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീകൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത് മുതൽ ചില സ്ത്രീകൾക്ക് രക്തം വരും. അങ്ങനെ രക്തം വന്നാൽ അത് ഹൈളാവണമെങ്കിൽ ഹൈളിൻ്റെ നിബന്ധനകൾ ഒക്കണം. അഥവാ 24 മണിക്കൂർ രക്തം ഉണ്ടായിരിക്കണം. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പ്രസവ വേദന വന്നു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസവമുണ്ടായത്. എന്നാൽ ആ രക്തം ഉണ്ടായ 4 ദിവസങ്ങളിൽ രക്തമുണ്ടായ സമയം കൂട്ടി നോക്കുമ്പോൾ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് ഹൈളായി പരിഗണിക്കും. 24 മണിക്കൂർ ഇല്ല എങ്കിൽ ആ രക്തത്തിന് ദമു ഫസാദ് എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഈ കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പുരുഷന്മാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരിലേക്ക്, പെൺമക്കളിലേക്ക് ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഗർഭം പൂർത്തിയായതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്, അതായത് പ്രസവാനന്തരം പുറപ്പെടുന്ന രക്തം. അപ്പോൾ ഈ രക്തത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 1 നിമിഷമാണ്, 1 സെക്കൻഡ് രക്തം വന്നാൽ മതി. പിന്നീട് രക്തം നിന്നു. ആദ്യം പ്രസവാനന്തരം കുറഞ്ഞ രക്തം വന്നു നിന്നു, പിന്നീട് രക്തമൊന്നും വന്നില്ല.
എന്നാൽ ആ കുറഞ്ഞ സമയം വന്നതാണ് നിഫാസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവൾ കുറഞ്ഞ രക്തം വന്നു, എന്നാലും ആ സ്ത്രീക്ക് 15 ദിവസം വരെ കാത്തു നിൽക്കാം. 15 ദിവസം വരെ 15 ദിവസത്തിൻ്റെ ഉള്ളിലായി വീണ്ടും രക്തം വന്നാൽ അതും നിഫാസിൽപ്പെടും. ആ കാലയളവ് മുഴുവനും നിഫാസായി പരിഗണിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞു ഒരു സ്ത്രീക്ക് രക്തം 15 ദിവസം വരെ രക്തം വരാതിരുന്നാൽ ആ സ്ത്രീക്ക് നിഫാസ് ഇല്ല എന്നും 16ാമത്തെ ദിവസം മുതൽ രക്തം വന്നാൽ അത് ഹൈള് രക്തമായി പരിഗണിക്കുകയും വേണം. അപ്പോൾ ആ സ്ത്രീക്ക് നിഫാസ് രക്തം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെല്ലാം ഖളാ വീട്ടണം. അത് നിർബന്ധമാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിൻ്റെ ഉള്ളിലായി വരുന്ന രക്തമാണ് നിഫാസ് രക്തം. അത് എത്ര സമയം എന്നില്ല, കുറഞ്ഞൊരു നിമിഷം കണ്ടാലും 15 ദിവസത്തിൻ്റെ ഉള്ളിലായി കുറഞ്ഞൊരു നിമിഷം, ഒരു സെക്കൻഡ് കണ്ടാലും ആ സമയം മൊത്തം നിഫാസായി പരിഗണിക്കും. 15 ദിവസത്തിന് ശേഷം, അതായത് 16 ദിവസം 16ാമത്തെ ദിവസം മുതൽ രക്തം വന്നാൽ അത് നിഫാസ് അല്ല, ഹൈള് രക്തമാണ്. അപ്പോൾ ആ 15 ദിവസം രക്തം ഒന്നും വന്നിട്ടില്ല എങ്കിൽ നിഫാസ് ഇല്ല എന്ന് മനസ്സിലാക്കുകയും ആ 15 ദിവസത്തെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെല്ലാം ഖളാ വീട്ടുകയും വേണം. ഹൈള് നിഫാസ് ഉള്ള സമയത്ത് നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ പാടില്ല, അത് ഹറാമാണ്. ഈ നിബന്ധന ഇത് സ്ത്രീകൾക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് പ്രത്യേകം പറയാതിരുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് രക്തം വന്നാൽ അത് സാധാരണ ഹൈളിൻ്റെ നിബന്ധനകളൊക്കെ ഒത്ത് 15 ദിവസമോ അതല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന 6-7 ദിവസമോ അതല്ലെങ്കിൽ 24 മണിക്കൂർ യൗമും വലൈല, ഒരു രാപ്പകൽ പൂർത്തിയാകുന്ന രീതിയിൽ രക്തം കണ്ടാൽ അത് ഹൈളായി പരിഗണിക്കപ്പെടും. അപ്പോൾ ഹൈളിനെ കുറിച്ച് കൂടുതൽ പറയാത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ്. ആ വീഡിയോ കണ്ടാൽ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാകും. സാധാരണ സ്ത്രീകൾക്ക് നിഫാസ് ഉണ്ടാവാറ് 40 ദിവസവും അധികരിച്ചാൽ 60 ദിവസവുമാണ്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞു വീണ്ടും രക്തം വരികയാണെങ്കിൽ അത് ഹൈളുമല്ല നിഫാസുമല്ല. തുടർന്ന് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത് ഇസ്തിഹാലത്തിൽ പെടും. അത് ഹൈളിൽ പെടുന്നതും ഉണ്ട്. അതിലെ കുറഞ്ഞ ഭാഗം ഹൈളിലും പെടും, ബാക്കി ഇസ്തിഹാലത്തിലും പെടും. ഇസ്തിഹാലത്തിൽ പെടുമ്പോൾ നിസ്കാരം നിർബന്ധമാണ്. കാരണം രോഗം കാരണമായി പുറപ്പെടുന്ന രക്തമാണ്. അപ്പോൾ ഹൈള് രക്തം ഏതാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഏതു മുതലാണ് നിഫാസ് ആകുന്നത്, ഏതു മുതലാണ് ഇസ്തിഹാലത്താകുന്നത് എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിന് നമുക്ക് സംസാരിക്കാം. ഇസ്തിഹാലത്തിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്തിഹാലത്ത് രക്തത്തിൽ തന്നെ ഹൈള് രക്തവും ഉണ്ടാകും, ഹൈള് രക്തത്തിൻ്റെ കൂടെ തന്നെ ഇസ്തിഹാലത്തും ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാമെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ നിഫാസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ തന്നെ ഹൈള് രക്തം വരുന്ന രൂപവും പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഹൈള് രക്തം ഉണ്ടായാലും നിഫാസ് രക്തം ഉണ്ടായാലും അത് നിന്നാൽ കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കുന്ന സമയത്ത് വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നാം കുളിക്കണം. കുളിക്കുമ്പോൾ 2 നിബന്ധനയാണ് കുളിക്കുള്ളത്. ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം നനയുക എന്നുള്ളതാണ്. അപ്പോൾ ഷവറിൻ്റെ താഴെ നിന്നൊക്കെ കുളിക്കുന്നവർ, നിന്ന് കുളിക്കുന്നവരാണെങ്കിൽ കാലിൻ്റെ അടിഭാഗം, അതായത് പാദം വെള്ളം നനക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ
പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ കുറച്ച് തടിയൊക്കെ കൂടിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ തടിയുള്ള പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നാം ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗങ്ങളൊക്കെ നിൽക്കുമ്പോൾ വെളിവായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ശരീരത്തിൻ്റെ തുറന്ന ഭാഗങ്ങളാണ്. അപ്പം അവിടെയൊക്കെ വെള്ളം ചേർക്കാൻ വേണ്ടി കുളിക്കുന്ന സമയത്ത് ഒന്ന് ഇരുന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ കഴുകിയാൽ മതി. എന്നാൽ അവിടെയൊക്കെ നനയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുളി ശരിയാവാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഒന്നാമത്തെ വീഡിയോ ഹൈലനെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ കാണാത്തവർ ആ വീഡിയോ നിർബന്ധമായും കാണുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ രോഗം കാരണമായി വരുന്ന രക്തത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആ രക്തം ഉണ്ടായാൽ നിസ്കാരം നിർബന്ധമാണ്. ആ രക്തത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എല്ലാ രക്തവും ഇസ്തിഹാലത്ത് ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കവിടെ വിശദീകരിക്കാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.